ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് പല രീതിയിലും കണ്ടുവരുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ്. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും നമ്മുടെ ലൈറ്റുകൾ ചെറുതായിട്ട് ഡിം ചെയ്യുന്നൊരവസ്ഥ. അതായത് LED ബൾബുകളാണ് ഇങ്ങനെ കൂടുതൽ കണ്ടുവരുന്നത്. അത് ശരിക്കും ഓൾറെഡി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, വയറിങ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വയറിങ് അങ്ങനെ അത്ര സിമ്പിളാണ്. പക്ഷേ കംപ്ലയിൻസ് ഇല്ലാതെ, അത് ഈ പറഞ്ഞ രീതിയിൽ ഇൻഡക്ഷൻ കറണ്ടും കാര്യങ്ങളും ഒന്നുമില്ലാതെ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ സേഫ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു റൂമിൻ്റെ സർക്യൂട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം അതൊന്ന് നമുക്ക് ജസ്റ്റ് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു റൂമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡിൻ്റെ പൊസിഷനാണ് വരുന്നത്. ബെഡിൻ്റെ പൊസിഷൻ നമുക്ക് ഈ സൈഡിലൊരു ബെഡ് സ്വിച്ച് വരുന്നുണ്ട്. 2 ബെഡ് സ്വിച്ചാണ് സാധാരണ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത് മെയിനായിട്ട് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ്, അതിൽ നിന്ന് നേരെ വന്നിരിക്കുന്ന ബെഡ് സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ബെഡിൻ്റെ രണ്ടറ്റത്തും, അതായത് സൈഡ് ടേബിൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 50 സെൻറ്റിമീറ്റർ ഒരു സൈഡ് ടേബിൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നേരെ തൊട്ടപ്പുറത്ത് വരുന്നത് നമ്മുടെ കട്ടിൽ വരുന്നുണ്ട്. 6 അടി കട്ടിലാണ് വരുന്നത്. 6 അടി കട്ടിലിൻ്റെ 2 സൈഡുകളായിട്ട് 2 സൈഡ് ടേബിൾ കൊടുക്കുന്നു. അതിനുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ, അതായത് നമ്മുടെ കട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പിക്ചർ ലാമ്പ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. പിക്ചർ ലാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലായിട്ട് നമ്മൾ സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സെപ്പറേറ്റ് ഒരു പൈപ്പ്, ഒരു 20 mm പൈപ്പ് നമ്മൾ മുകളിലേക്ക് പൊക്കിയെടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് സീലിംഗ് കാര്യങ്ങൾ, കട്ടിലിൻ്റെ ഏരിയയിൽ നമുക്ക് സീലിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു പൈപ്പ് തന്നെ സെപ്പറേറ്റ് മാറ്റി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ നമ്മുടെ മെയിനായിട്ട് AC-യുടെ DBയിൽ നിന്ന് നേരിട്ട് വരുന്ന AC-യിലേക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് 2 പൈപ്പുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് മെയിൻ ബോക്സിൽ നിന്നും 2 പൈപ്പുകളാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സർക്യൂട്ട് വരുന്നത് ഈ ബോക്സിൻ്റെ ബാക്ക് തുളച്ചിട്ട് അപ്പുറത്തു നിന്നാണ് DB വഴി നേരെ ഈ ബോക്സിലേക്കാണ് വരുന്നത്. ഈ ബോക്സിൽ നിന്നും വന്നിരിക്കുന്ന വയറുകൾ ടൈറ്റ് ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് 2 പൈപ്പുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് 20, 25 അല്ലെങ്കിൽ നമുക്ക് 2 25 കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതായത് 2 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് നമ്മുടെ നേരെ ബെഡ് സ്വിച്ചിലേക്ക് വന്നു. ഇതുപോലെ തന്നെ ബെഡ് സ്വിച്ചിൽ നിന്ന് 2 പൈപ്പുകൾ തന്നെ തൊട്ടപ്പുറത്ത് ബെഡ് സ്വിച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു പൈപ്പ് ഇട്ടാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കണമെങ്കിൽ 2 പൈപ്പ് തന്നെ കൊടുക്കണം. കാരണം ഒരുപാട് വയറുകൾ ഒരു പൈപ്പിലൂടെ ഞെക്കി വലിച്ചു പോയി കഴിഞ്ഞാൽ വയർ കാര്യങ്ങളൊക്കെ, അതായത് സ്വിച്ച് കാര്യങ്ങളിലും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ ഇൻഡക്ഷൻ കറണ്ട് നമ്മളെ വിട്ടുപോകില്ല. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും പതുക്കെ ലൈറ്റുകൾ തെളിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം വേറൊന്നുമല്ല, 2 വയറുകൾ ടൈറ്റായിട്ട് വലിക്കുന്ന സമയത്ത്, വയറുകളെല്ലാം ടൈറ്റായിട്ട് വലിക്കുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ചെറിയൊരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ആ വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന LED ബൾബുകളായതുകൊണ്ട് LED ബൾബ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അത് LED ബൾബിന് ചെറിയൊരു വോൾട്ടേജ് മതി. അത് ഡിമ്മായിട്ട്, എത്ര വോൾട്ടേജാണ് കിട്ടുന്നതിനനുസരിച്ച് ഡിമ്മായിട്ട് ആ LED ബൾബ് തെളിഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യത്തിന് പൈപ്പ് അടിച്ചിട്ട് വേണം നമ്മുടെ വീടുകളിൽ വയറിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ മാക്സിമം ഒരു 90% നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പ്രോപ്പർ എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്താലും ഒരു 100% നമുക്ക് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് ഇല്ലാതെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കി അറിയാൻ പറ്റും. എല്ലാം തന്നെ 20 mm പൈപ്പുകളിലേക്ക് ചെറിയൊരു നമ്മുടെ ലൈറ്റ് പോയിന്റ് വന്നാൽ കൂടിയും 20 mm പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. ഈ കൂടുതലും ഫുഡ് ലാമ്പുകളാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണിച്ചു വരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഫുഡ് ലാമ്പുകൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി ഫുഡ് ലാമ്പുകൾ വാങ്ങിക്കണം. അതിൻ്റെ പ്രോപ്പർ സർക്യൂട്ട് അല്ലാത്തെങ്കിലും ഇതേ രീതിയിലുള്ള ഡിം ലൈറ്റ്സ് എപ്പോഴും തെളിഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് വരുന്നത് പൈപ്പിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് DBയിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് വരുന്ന പൈപ്പിങ് എണ്ണം കൂടുതലായിരിക്കണം. കാരണം വേറൊന്നുമല്ല, നമ്മൾ 2 3 സർക്യൂട്ടുകൾ പല സ്ഥലങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വയറുകളും ടൈറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ ആകെ ഒരു പൈപ്പ് ഉപയോഗിച്ചതിന് ശേഷം ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിച്ചിട്ടാണ് വലിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ പിന്നീട് ഒരു വയർ അതിനകത്ത് വലിക്കേണ്ട കാര്യം പോലും വരുന്നില്ല. AC അത്രയും സുലഭവുമായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ കൂടി AC നമ്മൾ എന്തായാലും വെക്കും. അപ്പോൾ അതുകൊണ്ട് AC-യുടെ വയർ, അതുപോലെ തന്നെ സെപ്പറേറ്റ് സർക്യൂട്ട് വരുന്നുണ്ട്. ഹീറ്ററിന് സെപ്പറേറ്റ് സർക്യൂട്ട് വരുന്നുണ്ട്. റൂമിന് സെപ്പറേറ്റ് സർക്യൂട്ട് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇൻവെർട്ടർ ഫേസ് വരുന്നുണ്ട്, മാസ്റ്റർ ഫേസ് വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് നമ്മൾ നോക്കിയാൽ തന്നെ ഒരു സർക്യൂട്ടിൽ മിനിമം ഒരു റൂമിലേക്ക് വരുന്നത് ഏകദേശം 7-8 വയറോളം മെയിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും. അത് ഞാൻ
പിന്നെ ഇൻഡക്ഷൻ കറണ്ട് വരാനുള്ള രീതിയിൽ ഒന്നാണ് ഡി ബിയിൽ ഡ്രസ്സിങ് വരുന്നത്. ഡി ബിയിൽ ഇതുപോലെ തന്നെ ടൈറ്റായിട്ട് ഓവർ ടൈറ്റായിട്ട് ചെറിയ ഡി ബികൾ, ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ 3 ഫേസ് ഡി ബി നമ്മൾ വെച്ചു. 3 ഫേസ് ഡി ബി തന്നെ ചെറിയ ഡി ബികളുണ്ട്, വലിയ ഡി ബികളുണ്ട്. അപ്പോൾ നമ്മുടെ റൂമുകളിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ ഒരു 3 റൂം ഉണ്ടെങ്കിൽ ആ 3 റൂമിൻ്റെ സർക്യൂട്ടുകൾ, ഈ പറഞ്ഞ എ സിയുടെ സർക്യൂട്ട്, കിച്ചണിൻ്റെ സർക്യൂട്ടുകൾ, പവർ സർക്യൂട്ടുകൾ, മോട്ടറിൻ്റെ സർക്യൂട്ടുകൾ, ഇതെല്ലാം വരുന്നത് ഡി ബിയുടെ അകത്ത് വരുന്ന ഡി ബി വളരെ ചെറിയൊരു ഡി ബി ആണെങ്കിൽ ഒരു സിംഗിൾ ഫേസ് 3 ഫേസ് വെക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഫേസ് ഡി ബി വെച്ച് ഈ പറയുന്ന വയറുകളെല്ലാം അതിൻ്റെ അകത്ത് ടൈറ്റ് ചെയ്ത് നമ്മൾ കൊള്ളിക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി, ഇൻഡക്ഷൻ കറണ്ട് ഉറപ്പായിരിക്കും. അപ്പോൾ ഈ ഇൻഡക്ഷൻ കറണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. പല ഓപ്ഷൻസും ആളുകൾ പറയാറുണ്ട്. അത് അത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ പറയുന്ന പോലെ തന്നെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ലൈറ്റ് പോയിൻറ്റിന് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലൈറ്റിന് 2 വേ സ്വിച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ 2 വേ സ്വിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് വരുന്നത്. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുന്ന അവസ്ഥയിൽ വരുന്ന പോയിൻ്റ് എടുത്തിട്ട് 2 വേ സ്വിച്ചിൻ്റെ താഴത്തെ പോയിൻ്റ് എടുത്തതിന് ശേഷം ന്യൂട്രലിലേക്ക് എർത്ത് ചെയ്ത് ന്യൂട്രലിലേക്ക് കൊടുക്കാനാണ് പല വീഡിയോസിലും ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലൈറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്ന 2 വേ സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ലൈറ്റുകൾ മാസ്റ്റർ സ്വിച്ചിൽ തെളിയുന്ന ലൈറ്റുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മൾ 2 വേ സ്വിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റുകൾ നമ്മൾ ഇൻഡക്ഷൻ കറണ്ടിൽ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ലൈറ്റ് മാസ്റ്റർ സ്വിച്ചിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രോപ്പർ വേ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വയറിങ് ചെയ്യുന്ന സമയത്ത് വളരെ കെയറായിട്ട് ഇഷ്ടംപോലെ പൈപ്പ്, അത്യാവശ്യം വയർ ടൈറ്റ് ആവാത്ത രീതിയിലുള്ള പൈപ്പ് നമ്മൾ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് വീട്ടുകാർക്കാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നീട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിലേക്ക് സെപ്പറേറ്റ് എ സി ഒക്കെ വലിക്കണമെങ്കിൽ ആ പൈപ്പ് നമ്മൾ ലാവിഷായിട്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിലൂടെ സിമ്പിളായിട്ട് ഡി ബിയിൽ നിന്ന് സർക്യൂട്ട് വലിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ നഷ്ടം കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. കാരണം നമുക്ക് എപ്പോഴും വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം കംപ്ലൈൻറ്റ് ഇല്ലാതെ, കസ്റ്റമർക്ക് മാക്സിമം കംപ്ലൈൻറ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഈ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലെ പുതിയ വീഡിയോ വയ്ക്കുന്ന ആളുകളിലേക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് പാസ്സാവുള്ളൂ, അപ്പോൾ എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എത്തിച്ചേർന്നാൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ മാക്സിമം നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലാതെ നല്ലൊരു സ്വപ്നമായ വീട് കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.